അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തെ ചൊല്ലിയുള്ള വിഭജനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ കൈമാറുവാനുള്ള ബൈഡൻ ട്രംപ് ഭരണകൂടങ്ങളുടെ നീക്കത്തിന് സെനറ്റിൽ തടയിടാൻ ശ്രമിച്ച വെർമണ്ട് സെനറ്റർ ബേണി സാൻഡേഴ്സിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നതാണ്. ഇത് സംബന്ധിച്ച് അദ്ദേഹം സെനറ്റിൽ 2 പ്രമേയങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആ 2 പ്രമേയങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇസ്രയേലിന് $447 മില്യൺ ആയുധങ്ങൾ വിൽക്കുന്നത് തടയാൻ സാൻഡേഴ്സ് കൊണ്ടുവന്ന 2 നിർണായക പ്രമേയങ്ങളാണ് US സെനറ്റ് വോട്ടിനിട്ട് തള്ളുന്നത്. ഏപ്രിൽ 15 നടന്ന വോട്ടെടുപ്പിൽ 2 പ്രമേയങ്ങളാണ് സെനറ്റിന് മുൻപിലെത്തിയത്. ഒന്നാമത്തേത്, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കാൻ ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന കാറ്റർപില്ലർ കമ്പനിയുടെ D9 ആർമഡ് ബുൾഡോസറുകളുടെ വിൽപ്പന തടയാനുള്ളതായിരുന്നു ആദ്യത്തേത്. $295 മില്യൺ ആയിരുന്നു ഇതിൻ്റെ മൂല്യമുണ്ടായിരുന്നത്. എന്നാൽ 40-നെതിരെ 59 വോട്ടുകൾക്ക് ഈ പ്രമേയം പരാജയപ്പെടുന്നു. രണ്ടാമത്തേത്, മറ്റൊന്ന്, ഗാസയിലും ലെബനനിലും വ്യാപകമായി ഉപയോഗിക്കുന്ന 12,000 ഡംപ് ബോംബുകൾ നൽകുന്നതിന് എതിരെ ഉള്ളതായിരുന്നു ഈ രണ്ടാമത്തെ പ്രമേയം. 36-നെതിരെ 63 വോട്ടുകൾക്കാണ് ഈ രണ്ടാമത്തെ പ്രമേയം തള്ളപ്പെടുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ ഒന്നടങ്കം ആയുധ വിൽപ്പനയെ പിന്തുണച്ചപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയിലുണ്ടായ വിള്ളലാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. സാൻഡേഴ്സിനൊപ്പം 30-ലധികം ഡെമോക്രാറ്റുകൾ ഇത്തവണ അണിനിരന്നു എന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റമാണ്. സാധാരണഗതിയിൽ റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റുകളും ഏകപക്ഷീയമായി ഇസ്രായേലിന് അനുകൂലമായ ഏതൊരു ബില്ലുകളെയും ഒപ്പിട്ട് നൽകുകയും ഏതൊരു ബില്ലിനെയും അനുകൂലിക്കുകയും ചെയ്യുന്ന പ്രവണതയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളായി അമേരിക്കയുടെ ഒരു പാരമ്പര്യം. അവിടെ നിന്നാണ് 30ഓളം ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇസ്രായേലിനെതിരെയുള്ള ഡെമോക്രാറ്റുകളുടെ എതിർപ്പ് 2 മടങ്ങായി വർദ്ധിച്ചു എന്നത് അമേരിക്കൻ വിദേശ നയത്തിൽ വരുന്ന മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. ഇത് അമേരിക്ക, ഇസ്രായേൽ, ഡെമോക്രാറ്റിക് പാർട്ടി എന്നിവയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ലോകരാഷ്ട്രീയത്തിൽ ഈ വാർത്ത ശ്രദ്ധേയമാകുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇസ്രായേൽ അനുകൂലികളും പുരോഗമനവാദികളും തമ്മിലുള്ള അകലം ഉണ്ടാവുകയും അത് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ബൈഡന്റെയും ട്രംപിന്റെയും കാലത്ത് ഇസ്രായേലിന് നൽകുന്ന നിരുപാധിക പിന്തുണയെ ചോദ്യം ചെയ്യുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. 30-ലധികം സെനറ്റർമാർ സാൻഡേഴ്സിനൊപ്പം നിന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം തന്നെ അമേരിക്കയിൽ ഉണ്ടാക്കും. അമേരിക്കയിലെ യുവ ഡെമോക്രാറ്റിക് വോട്ടർമാർ ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരാണ്. പാർട്ടിക്കുള്ളിലെ ഈ മാറ്റം വോട്ടുകൾ ഏകീകരിക്കുന്നതിനെ ബാധിച്ചേക്കാം. ഇനി അമേരിക്കയിൽ ഇടക്കാല ഒരു ഹിതപരിശോധന നടക്കാനിരിക്കുകയാണ്. ട്രംപിന്റെ പോയ 2 വർഷം എങ്ങനെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു ഇടക്കാല ഒരു ഹിതപരിശോധന നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സെനറ്റിലെ സെനറ്റർമാരുടെ പിന്തുണ ഈ ഒരു ഇടക്കാല ഹിതപരിശോധനയെ സാരമായിട്ട് തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ 30 പേരുടെ പിന്തുണ എന്നത്. ഇതോടെ പതിറ്റാണ്ടുകളായി ഇസ്രായേലിന് നൽകുന്ന ബ്ലാങ്ക് ചെക്ക് നയം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ്. ആയുധങ്ങൾ നൽകുമ്പോൾ മനുഷ്യാവകാശങ്ങൾ പാലിക്കണം എന്ന നിബന്ധന ഭാവിയിൽ കടുപ്പിക്കാൻ ഇത് കാരണമായേക്കും. അമേരിക്കൻ നികുതി പണം വിദേശ യുദ്ധങ്ങൾക്ക് ചെലവാക്കുന്നതിനെതിരെ സാൻഡേഴ്സ് ഉയർത്തുന്ന ഹോം ഫസ്റ്റ് എന്ന വാദം ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യമാകുന്നത് വിദേശ നയത്തെയും പ്രതിരോധത്തിലാക്കും എന്നതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നയതന്ത്ര വെല്ലുവിളിയും തിരിച്ചടിയുമാണ്. ഇസ്രായേലിനെ പിന്തുണക്കുന്നത് ഒരു കാലത്ത് ഡെമോക്രാറ്റുകളുടെയും റിപ്പബ്ലിക്കന്മാരുടെയും പൊതു നിലപാടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൽ ഒരു വിള്ളൽ വന്നിരിക്കുന്നു. ആ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി വിഷയം മാത്രമായി മാറുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷാ താല്പര്യങ്ങളെ ഇത് ബാധിക്കും. അമേരിക്കൻ പാർലമെന്റിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന ഈ എതിർപ്പ് നെതന്യാഹു സർക്കാരിന് വരാനിരിക്കുന്ന ആയുധ ഇടപാടുകളിൽ വലിയ പ്രതിസന്ധിയും ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് ബേണി സാൻഡേഴ്സ് ഇസ്രായേലിനുള്ള ഈ സഹായങ്ങളെ നഖശിഖാന്തം എതിർക്കുന്നത് എന്നതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വീടോ ആരോഗ്യ പരിരക്ഷയോ ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിനാശകരമായ യുദ്ധങ്ങൾക്കായി, പാവങ്ങളുടെ പാർപ്പിടങ്ങൾ തകർക്കുന്നതിനായി അമേരിക്കൻ നികുതി പണം കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ബേണി സാൻഡേഴ്സിന്റെ വാദം. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കായി അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തണമെന്നും ഗാസയിലെയും ലെബനാനിലെയും സാധാരണക്കാരുടെ കൂട്ടക്കുരുതിക്ക് അമേരിക്ക കൂട്ടുനിൽക്കരുത് എന്നും സാൻഡേഴ്സ്
പക്ഷം പറയുന്നു. അമേരിക്ക നൽകുന്ന ടാക്സ് പണം സമാധാനത്തിനായല്ല, മറിച്ച് വീടുകൾ തകർക്കാനും നിരവധി പേരെ ജീവിതത്തിൽ നിന്ന് തന്നെ അന്യമാക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് എന്നും ആവർത്തിച്ച് സാൻഡേഴ്സും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പ്രമേയങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ഇസ്രയേൽ വിഷയത്തിൽ അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്ന ശക്തമായ വിയോജിപ്പിന്റെ പ്രതീകമായി ഈ വോട്ടെടുപ്പ് മാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് മരുന്നിടും എന്ന് ഉറപ്പാണ്. Waytonikah.com, the exclusive Muslim matrimonial site.